പരിസ്ഥിതിലോല മേഖലകളുടെ കരട് പട്ടികയുടെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായി കോൺഗ്രസ് നേതൃത്വം. ESA കരട് പട്ടികയിൽ പുതുതായി ഒന്നുമില്ല. 2014 ഉണ്ടായിരുന്ന വില്ലേജുകൾ മാത്രമാണുള്ളതെന്നും അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ തയ്യാറാവണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നു. ജൂലൈ 31-നാണ് അഞ്ചാമതും പരിസ്ഥിതിലോല മേഖലകളിലെ കരട് വിജ്ഞാപനം ഇറക്കിയത്. ഇതിനെ തുടർന്ന് വ്യാപകമായ ചർച്ചകളാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉണ്ടാകുന്നത്. എംപിമാരുടെ പിടിപ്പുകേടാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന CPM ആരോപണത്തിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരുന്നത്. ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അന്തിമ വിജ്ഞാപനം ഉടൻ തന്നെ പുറപ്പെടുവിക്കണമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പുതിയതായി വില്ലേജുകൾ കൂട്ടിച്ചേർത്തു എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. നിലവിലെ വില്ലേജുകൾ ബൈഫർക്കേറ്റ് ചെയ്ത് പുതിയ വില്ലേജ് ഉണ്ടായപ്പോൾ അതുകൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അതിനർത്ഥം പുതിയതായി ഏതെങ്കിലും ഒരു പ്രദേശം ഈ കരട് വിജ്ഞാപനം പുതുക്കിയതിനകത്ത് വന്നിട്ടില്ല. പക്ഷേ ഇടുക്കിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അന്തിമ വിജ്ഞാപനം. അത് പുറപ്പെടുവിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ ഈ മലയോരത്ത് താമസിക്കുന്ന ഒരാളുടെയും കൈവശത്തിലുള്ള ഭൂമി, കൃഷി ചെയ്യുന്ന ഭൂമി, ജനവാസ കേന്ദ്രങ്ങൾ, തോട്ടങ്ങൾ, ഇത് ഒന്നും അതിൽ ഉൾപ്പെടാൻ പാടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഉമ്മൻ കമ്മിറ്റി കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഇതിൻ്റെ അന്തിമമായ വിജ്ഞാപനം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സുവ്യക്തമായ നിലപാട്. ആ കാര്യം ഞങ്ങളുടെ നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വരും ദിവസങ്ങളിലും ആരോപണ പ്രത്യാരോപണങ്ങൾ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങളും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.